സംഘികളെ ക്ഷേമ പെൻഷനിൽ മോദിജിയുടെ വിഹിതം ഇപ്പോൾ വട്ടപൂജ്യം. കണക്കിങ്ങനെ. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇങ്ങടുത്തു. ഇനിയിപ്പോ നുണപ്രചരണങ്ങളുടെ കാലമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്ഷേമ പെൻഷൻ സംബന്ധിച്ച നുണപ്രചരണമായിരിക്കും. ഇപ്പോൾ സാമൂഹ്യ ക്ഷേമ പെൻഷന് 2000 രൂപയായി സർക്കാർ ഉയർത്തി. അത് മുടങ്ങാതെ കിട്ടുന്നവരുടെ വീട്ടിൽ ചെന്ന് ഈ പെൻഷൻ തരുന്നത് കേന്ദ്രമാണ്, മോദിജിയാണ് എന്നൊക്കെ കാച്ചിയാൽ 10 വോട്ട് കിട്ടുമോ എന്ന് ശ്രമിച്ചു നോക്കാൻ BJP-ക്കാർക്ക് തോന്നുക സ്വാഭാവികം. അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല, രാഷ്ട്രീയമാണ്. അതുകൊണ്ട് വീട് വീടാന്തരം കയറിയിറങ്ങി അവർ ഈ പ്രചരണം നടത്തും. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഈ പ്രചരണം അരങ്ങു തകർക്കും. ആ നാളുകളാണ് ഇനി വരാൻ പോകുന്നത്. എന്താണ് ഈ പ്രചരണത്തിന്റെ സത്യാവസ്ഥ? കേരളത്തിൽ എത്ര പേരാണ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നത്? അതിൽ എത്ര പേർക്ക് എത്ര രൂപ വീതം കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ട്? ആ കണക്കുകളാണ് ഇനി നാം ചർച്ച ചെയ്യുന്നത്. കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഉപഭോക്താക്കളുടെ ആകെ എണ്ണം 63,35,848 ആണ്. ഇത്രയും പേർക്ക് 2000 രൂപ വെച്ച് പ്രതിമാസം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട്. അതിൽ വിവിധ ക്ഷേമ പെൻഷൻ പദ്ധതികളിലൂടെ പെൻഷൻ ലഭിക്കുന്നത് 49,42,171 പേർക്കാണ്. വിവിധ ക്ഷേമനിധി ബോർഡുകളിലൂടെ പെൻഷൻ ലഭിക്കുന്നത് 13,93,667 പേർക്ക്. അങ്ങനെ ആകെ 63,35,848 പേർക്ക് പെൻഷൻ ലഭിക്കുന്നു. ഇതിൽ എത്ര പേർക്കാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്? 8,46,465 പേർക്ക്. ഈ 8.5 ലക്ഷം പേർക്ക് എത്ര രൂപ വെച്ചാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്? 8.5 ലക്ഷം പേർക്കും 2000 രൂപ വെച്ച് കേന്ദ്ര സർക്കാർ കൊടുക്കുന്നുണ്ടോ? ഇല്ല. ആ കണക്കാണ് നാം ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻകാരുടെ എണ്ണം എടുക്കാം. വാർദ്ധക്യകാല പെൻഷൻ കിട്ടാൻ അർഹതയുള്ളവരെ കേന്ദ്ര സർക്കാർ 2ആയി തിരിച്ചിട്ടുണ്ട്. 80 വയസ്സിൽ താഴെ പ്രായമുള്ളവരും 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും. ഈ വിഭജനം ഉണ്ടാക്കിയത് 2012-ലെ കോൺഗ്രസ് സർക്കാരാണ്. 79 വയസ്സ് വരെയുള്ളവർക്ക് 200 രൂപയാണ് കേന്ദ്ര സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് 500 രൂപ കൊടുക്കും. അങ്ങനെ 200 രൂപ വെച്ച് കേന്ദ്രം വാർദ്ധക്യകാല പെൻഷൻ കൊടുക്കുന്നവരുടെ എണ്ണം എത്രയെന്നറിയാമോ? 3,42,032 പേർ. പക്ഷെ അവരുടെ വീട്ടിലും എത്തുന്ന പെൻഷൻ തുക എത്രയാണ്? 2000 രൂപ തികച്ച് അവരുടെ കയ്യിൽ പെൻഷൻ എത്തും. അപ്പൊ 200 രൂപ പെൻഷൻ കൊടുക്കുന്ന ഈ ഇത്രയും പേർക്ക് 1,800 രൂപ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായി ലഭിക്കുന്നുണ്ട്. ഇനി 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ കാര്യം. അവർക്ക് 500 രൂപ വെച്ചാണ് കിട്ടുന്നത് എന്ന് നേരത്തെ പറഞ്ഞു. അങ്ങനെ 500 രൂപ വെച്ച് കേന്ദ്ര സർക്കാരിന്റെ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങിക്കുന്ന 80 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ എണ്ണം 1,16,781 ആണ്. ഈ 1,16,751 പേർക്കും സംസ്ഥാന സർക്കാർ 1,500 രൂപ വീതം കൊടുത്ത് അവർക്കും 2000 തികയ്ക്കും. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്നവരുടെ ആകെ എണ്ണം 28,61,179. അതിൽ കേന്ദ്ര സർക്കാരിന്റെ 500 രൂപ കിട്ടുന്നത് 1,16,781 പേർക്ക്. കേന്ദ്ര സർക്കാരിന്റെ 200 രൂപ പെൻഷൻ കിട്ടുന്നത് 3,42,032 പേർക്ക്. ഈ രണ്ട് വിഭാഗങ്ങൾക്കും 2000 രൂപ തികച്ചു കൊടുക്കുന്നതും ബാക്കിയുള്ളവർക്കെല്ലാം 2000 രൂപ വെച്ച് കൊടുക്കുന്നതും കേരള സർക്കാർ, ഇടതു സർക്കാർ, പിണറായി സർക്കാർ. ഇനി ദേശീയ വികലാംഗ പെൻഷൻ ഗുണഭോക്താക്കളുടെ കാര്യം എടുക്കാം. ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 3,85,940. 80% അതിന് മുകളിലും അംഗപരിമിതി ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ പ്രതിമാസം നൽകുന്നത് 300 രൂപ. ഈ നിരക്കും നിശ്ചയിച്ചത് 2012-ലെ UPA സർക്കാരാണ്. 1 രൂപ പോലും ഇതേവരെ വർദ്ധിപ്പിക്കാൻ മോദി സർക്കാർ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച 300 രൂപ കൈപ്പറ്റുന്ന എത്ര പെൻഷൻകാർ ഈ വിഭാഗത്തിലുണ്ട്? വെറും 19,285 പേർ. ഇവർക്ക് 1,700 രൂപ കൂടി കൊടുത്ത് സംസ്ഥാന സർക്കാർ അത് 2000 തികയ്ക്കും. അപ്പോ വികലാംഗ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെ ആകെ എണ്ണം 3,85,940. അതിൽ കേന്ദ്ര സർക്കാരിന്റെ 300 രൂപ വിഹിതം കിട്ടുന്നത് വെറും 19,285 പേർക്ക്. അടുത്തത് വിധവാ പെൻഷൻ. 300 രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന വിധവാ പെൻഷൻ. കേരളത്തിൽ വിധവാ പെൻഷൻ വാങ്ങുന്ന ആകെ ഗുണഭോക്താക്കളുടെ എണ്ണം 13,15,875. കേന്ദ്രത്തിന്റെ പട്ടികയിലുള്ളത്, അതായത് 300 രൂപ വെച്ച് കേന്ദ്രം കൊടുക്കുന്നത് 3,68,358 പേർക്ക്. ഇവർക്ക് സംസ്ഥാന സർക്കാർ വിഹിതമായ 1,700 കൂടി ചേർത്താണ് 2000 രൂപ ലഭിക്കുന്നത്. ഈ 300 രൂപയും 2012-ലെ UPA സർക്കാർ നിശ്ചയിച്ച നിരക്കാണ്. 1 രൂപ പോലും ഇതുവരെ കേന്ദ്ര സർക്കാർ കൂട്ടിയിട്ടില്ല. ഇനി കർഷക തൊഴിലാളി പെൻഷൻ. കർഷക തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവരുടെ ആകെ എണ്ണം 2,97,569. കേന്ദ്ര വിഹിതം വട്ടപൂജ്യം.
എല്ലാവർക്കും 2000 രൂപ വെച്ച് നൽകുന്നത് സംസ്ഥാന സർക്കാർ. ഇനി 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷൻ ഗുണഭോക്താക്കളുടെ ആകെ എണ്ണം 81,608. എല്ലാവർക്കും 2000 രൂപ വെച്ച് നൽകുന്നത് സംസ്ഥാന സർക്കാർ. കേന്ദ്ര വിഹിതം വട്ടപൂജ്യം. വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങുന്നവരുടെ ആകെ എണ്ണം 13,93,667. കേന്ദ്ര വിഹിതം 0. ഇനി മറ്റൊരു കാര്യം കൂടി ഇവിടെ പറയണം. 200, 300, 500 രൂപയാണല്ലോ കേന്ദ്ര സർക്കാർ പെൻഷൻ കൊടുക്കുന്നത്. അത് കിട്ടുന്നവരുടെ ആകെ എണ്ണം ഏതാണ്ട് 8.5 ലക്ഷമേ വരൂ. ഇവർക്ക് പ്രതിമാസം പെൻഷൻ കൊടുക്കാൻ വേണ്ടത് ഏതാണ്ട് 25 കോടി രൂപയാണ്. ഇതിനിടയ്ക്ക് BJPയുടെ വക ഒരു ഡയലോഗ് അടി ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പെൻഷൻ ഞങ്ങൾ നേരിട്ട് ഗുണഭോക്താക്കൾക്ക് DBT ആയി കൈമാറിക്കൊള്ളാം, ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ആയി കൈമാറിക്കൊള്ളാം. അങ്ങനെ കുറെ കാലം ഈ പെൻഷൻ കേന്ദ്രം നേരിട്ട് കൊടുക്കാൻ തുടങ്ങി. പക്ഷെ പ്രഖ്യാപനമേ ഉണ്ടായിരുന്നുള്ളൂ. കൃത്യസമയത്തൊന്നും ഗുണഭോക്താക്കൾക്ക് ഈ പെൻഷൻ കിട്ടിയിരുന്നില്ല. അത് പ്രശ്നമായി. ഉദാഹരണത്തിന് ഇപ്പൊ ഒരു വീട്ടിൽ വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന 2 പേരുണ്ടെന്നിരിക്കട്ടെ. അതിൽ ഒരാൾക്ക് കേന്ദ്ര പെൻഷന് അർഹതയുണ്ടെന്നും ഇരിക്കട്ടെ. 80-ന് മേൽ പ്രായമുള്ള ആളിന് കേന്ദ്രത്തിന്റെ പെൻഷൻ 500 ആണ് എന്ന് നാം കണ്ടു. ഈ 500 കേന്ദ്രം നേരിട്ട് കൊടുക്കാമെന്നാണല്ലോ പറയുന്നത്. സമയത്ത് കേന്ദ്രം കൊടുത്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? കേന്ദ്ര പെൻഷന് അർഹതയില്ലാത്ത എന്നാൽ സംസ്ഥാനത്തിന്റെ പട്ടികയിലുള്ള ആളിന്, ആ വീട്ടിലെ ആളിന് 2000 രൂപ പെൻഷൻ കിട്ടുമ്പോൾ കേന്ദ്ര പെൻഷന് അർഹതയുള്ള ആളിന് സംസ്ഥാന സർക്കാരിന്റെ വിഹിതമായ 1500 മാത്രമായിരിക്കും കിട്ടുക. അപ്പൊ ഒരു വീട്ടിൽ 2000 കിട്ടുന്ന ആളും 1500 കിട്ടുന്ന ആളും ഉണ്ടായിരിക്കും. സ്വാഭാവികമായും ഒരാളിന് 500 രൂപ കുറയുമ്പോൾ അത് ചർച്ചയാകും. കേന്ദ്രം വക പെൻഷനാണ് കുറഞ്ഞത് എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. ഞങ്ങളുടെ പെൻഷൻ ഞങ്ങൾ നേരിട്ട് കൊടുത്തോളാം എന്ന വീരവാദം മുഴക്കിയവർക്ക് അക്കിടി മനസ്സിലായി. വൈകുന്നത്, കിട്ടാതാകുന്നത് കേന്ദ്ര സർക്കാരിന്റെ വിഹിതമാണ് എന്ന് പെൻഷൻ ഗുണഭോക്താക്കളും ജനങ്ങളും മനസ്സിലാക്കിയപ്പോ അവര് പ്ലേറ്റ് മാറ്റി. നിബന്ധന ഇങ്ങനെയാക്കി: കേന്ദ്രം കൊടുക്കാനുള്ളത് കൂടി സംസ്ഥാനം അഡ്വാൻസ് ആയി കൊടുക്കണം. ആ പണം സംസ്ഥാനത്തിന് തങ്ങൾ കേന്ദ്ര സർക്കാർ റീഫണ്ട് ചെയ്തു കൊള്ളാം. അതായത് കേന്ദ്രത്തിന്റെ പെൻഷന് അർഹതയുള്ള 8,46,465 പേർക്കുള്ള കേന്ദ്ര വിഹിതം കൂടി സംസ്ഥാനം അഡ്വാൻസ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും 2000 കിട്ടും, എല്ലാവരും ഹാപ്പിയാവും, കേന്ദ്രത്തിന്റെ പെൻഷൻ കിട്ടിയില്ല എന്ന പരാതി വരില്ല. അങ്ങനെ പ്രതിമാസം ഏതാണ്ട് 25 കോടി രൂപ കൂടി കേരളം അഡ്വാൻസ് ചെയ്താണ് ഈ പെൻഷൻ കൊടുക്കുന്നത്. ആ വകയിൽ കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ളത് 375 കോടി രൂപ കുടിശ്ശികയാണ്. ഏതാണ്ട് 15 മാസത്തെ കുടിശ്ശിക കേന്ദ്ര സർക്കാർ ഈ ഇനത്തിൽ സംസ്ഥാന സർക്കാരിന് ഇപ്പോൾ കൊടുക്കാനുണ്ട്. ചുരുക്കി പറഞ്ഞാൽ എല്ലാ പെൻഷൻകാർക്കും, അതായത് 63,35,845 പേർക്കും കഴിഞ്ഞ 15 മാസമായി ക്ഷേമ പെൻഷൻ കൊടുക്കുന്നത് കേരള സർക്കാരാണ്, ഇടതു സർക്കാരാണ്, പിണറായി സർക്കാരാണ്. മോദിയുടെ വിഹിതം വട്ടപൂജ്യമാണ്. അതോടൊപ്പം നാം ഒരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. ഈ നാമമാത്ര വിഹിതം പോലും നിശ്ചയിച്ചത് 2012-ലെ UPA സർക്കാരാണ്. ഒരു ക്ഷേമ പെൻഷനും 1 രൂപ പോലും വർദ്ധിപ്പിക്കാൻ 2014 മുതൽ അധികാരത്തിലിരുന്ന മോദി സർക്കാർ തയ്യാറായിട്ടില്ല. ഇതാണ് സാമൂഹ്യക്ഷേമ പെൻഷൻ സംബന്ധിച്ച് സംഘപരിവാർ പ്രചരണത്തിന്റെ യാഥാർത്ഥ്യം. പ്രിയ സുഹൃത്തുക്കളെ, ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക പിന്തുണയുടെ കാര്യമാണ്. നിങ്ങളുടെ പിന്തുണയില്ലാതെ ന്യൂസ് ബുള്ളറ്റ് കേരള മുന്നോട്ട് പോവുകയില്ല. നിങ്ങളുടെ സാമ്പത്തിക സഹായം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഘട്ടമാണ്. പ്രതിമാസം 100 രൂപയെങ്കിലും വെച്ച് ഈ ചാനലിന് നൽകാൻ പ്രിയപ്പെട്ട പ്രേക്ഷകർ തയ്യാറായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതിനകം സംഭാവന നൽകിയവരോട് എല്ലാ നന്ദിയും രേഖപ്പെടുത്തുന്നു. നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഈ ചാനൽ പരിചയപ്പെടുത്തുക. അതുപോലെ അവരോടും സംഭാവന നൽകാൻ അപേക്ഷിക്കുക, അഭ്യർത്ഥിക്കുക. NBK100@FBL എന്ന UPI വിലാസത്തിലാണ് നിങ്ങളുടെ സംഭാവനകൾ അയച്ചു തരേണ്ടത്. ആ സംഭാവനകൾ മുടങ്ങാതെ അയക്കാൻ അഭ്യർത്ഥിക്കുന്നു. അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്യുക അത്യാവശ്യമാണ്. ഉപേക്ഷ വിചാരിക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നല്ല നമസ്കാരം.